ഇങ്ങനെ അല്ല നിങ്ങൾ വിളക്ക് വയ്ക്കുന്നത് എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഈ ഭക്തിയും സന്ധ്യാനാമവും വിളക്കും പരിഹാരം തരുന്നവയാണ്. നമുക്ക് നോക്കാം വിളക്ക് കത്തിക്കുന്നത് എങ്ങനെയെന്നു. ആദ്യം വേണ്ടത് സ്ഥല ശുചീകരണമാണ്. നിലവിളക്ക് വയ്ക്കുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയുമായി ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീടിന്റെ പുണ്യസ്ഥലമായ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക, അല്ലെങ്കിൽ പൂമുഖത്തു വിളക്ക് കൊളുത്തുക. പിന്നീട് നിലവിളക്ക് തയ്യാറാക്കുക. നിലവിളക്ക് കഴുകി വൃത്തിയാക്കുക. നല്ല എണ്ണ, എള്ളെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണനെയും മിശ്രിതം വിളക്കിൽ നിറയ്ക്കുക. തിരി 2 ഇടുന്നവർ ഒന്ന് കിഴക്കും മറ്റൊന്ന് പടിഞ്ഞാറും ഇടുക. 5 തിരി ഇടുന്നവർ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, പിന്നെ വടക്കിഴക്കു ഇങ്ങനെ ക്രമീകരിക്കുക. വിളക്ക് കരിംതിരി കത്താതെ സൂക്ഷിക്കുക. ഒരു തിരി ഒരിക്കലും ഇടരുത്, ദാരിദ്ര്യം ആണ് ഫലം. 3 സമർപ്പണങ്ങൾ. നിലവിളക്കിന് മുന്നിൽ പൂക്കൾ, പഴങ്ങൾ, കുങ്കുമം, ചന്ദനം, സബ്രാണി തുടങ്ങിയവ വയ്ക്കുക. ഒരു ചെറിയ കിണ്ടിയിൽ വെള്ളവും ചെറിയ മണിയും കരുതുക. ഇനിയാണ് പ്രധാന ചടങ്ങ്, ദീപം തെളിയിക്കൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന ചടങ്ങ്. 1 ദിശ. കിഴക്കോ പടിഞ്ഞാറോ നിന്നുകൊണ്ട് വിളക്ക് തെളിയിക്കുക. 2 ദൈവത്തെ ക്ഷണിക്കുക. വിളക്കിന്റെ തിരി തെളിയിക്കുന്നപ്പോൾ ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തെ മാനസികമായി സ്മരിക്കുക. ചൊല്ലാവുന്ന മന്ത്രങ്ങൾ: ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ, ഓം ശിവായയെ, ദീപം ജ്യോതിപരബ്രഹ്മായി. ഇവയിൽ അറിയാവുന്നത് ചൊല്ലാവുന്നതാണ്. വിശ്വാസ പൂജാവിധി അനുസരിച്ച് ആചാരങ്ങൾ പാലിക്കുക. കണ്ണ് അടച്ചു ശാന്തമായി 5 മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും ധ്യാനം ചെയ്യുക. ദൈവത്തോട് നിങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹങ്ങളും മനസ്സിൽ പറയുക. പിന്നീട് മന്ത്രം ജപിക്കുക. ലളിതമായ മന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്തോത്രങ്ങൾ ചൊല്ലുക. അഷ്ടലക്ഷ്മി സ്തോത്രം, ഗായത്രി മന്ത്രം, നിങ്ങളുടെ ഇഷ്ടഭജനങ്ങൾ. അവസാനായി പരിക്രമണം. നിങ്ങൾക്ക് ഇടം ലഭ്യമെങ്കിൽ നിലവിളക്കിന് ചുറ്റും ചെറിയ പ്രദക്ഷിണം നടത്തുക. പൂജയ്ക്ക് ശേഷം 1 ശിരസുയർത്തി നിലവിളക്കിന് മുമ്പിൽ വണങ്ങുക. 2 പ്രസാദം വിതരണം ചെയ്യുക. വിളക്കിന് സമീപം വച്ചിരിക്കുന്ന പഴങ്ങൾ അല്ലെങ്കിൽ സമർപ്പിച്ചോ കുടുംബാംഗങ്ങൾക്ക് നൽകുക. 3 വിളക്ക് കെടുത്തരുത്. ദീപം തിരി കത്താതെ സൂക്ഷിക്കുക. ഒരു തിരി ഒരിക്കലും ഇടരുത്, ദാരിദ്ര്യം ആണ് ഫലം. ഇനി എപ്പോഴാണ് വിളക്ക് കൊളുത്തേണ്ട സമയം? സൂര്യോദയ സമയത്തോ സന്ധ്യാസമയത്തോ, പ്രധാനമായും വൈകുന്നേരം നിലവിളക്ക് ശുദ്ധമായി കൊളുത്തുക. വിശ്വാസം: ഈ ചടങ്ങിൽ പ്രധാനമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായ വിശ്വാസവും സമർപ്പണവും. നിലവിളക്ക് നിങ്ങളുടെ വീടിനും ജീവിതത്തിനും ദൈവികമായ സാന്നിധ്യം നൽകുന്ന പ്രതീകമാണ്. വിളക്ക് കൊളുത്തുന്നത് പുരാതന കാലം മുതലുള്ള ഒരു വിശ്വാസമാണ്. അത് വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ പോസിറ്റീവ് എനർജി വരും, കൂടാതെ ഈശ്വര ചൈതന്യം പ്രകടമാകും. വിശ്വസിച്ചു ജീവിതം വിജയത്തിലേക്ക് ഉയർത്തു. ഈ പറഞ്ഞ രീതിയിൽ വിളക്ക് കത്തിച്ച് 108 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിച്ച് ജീവിതത്തിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഇല്ലാതാക്കി ജീവിതവിജയം നേടൂ. ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന്റെ കൈ പിടിച്ചു സമാധാനം കണ്ടെത്തൂ. കൂടുതൽ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക.